നമസ്കാരം. വെറും 2% ഇൻട്രസ്റ്റിൽ 6 വർഷത്തേക്ക് പേഴ്സണൽ ലോൺ ആവശ്യമുള്ള വ്യക്തിയാണ് നിങ്ങൾ. മാരേജ്, ട്രാവല്, ഹെൽത്ത് ഇഷ്യൂസ്, വീടിൻ്റെ റിനോവേഷൻസ്, ഇനി വേറെ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളായിക്കോട്ടെ, പോട്ടെ, ഒരുപാട് കടമുണ്ട്, അതൊരു സിംഗിൾ കടത്തിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സണൽ ലോൺ നിങ്ങളെ സഹായിക്കും. കാരണം ഒരുപാട് കാലത്തേക്ക് കിട്ടും എന്നതാണ്. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFCകളെ കുറിച്ച് മാത്രമേ നമ്മൾ കണ്ടന്റ് ഷെയർ ചെയ്യാറുള്ളൂ എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പേഴ്സണൽ ലോൺ ആപ്പാണ് പരിചയപ്പെടുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലോൺ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ എൻ്റെ വിശദാംശങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അറിയാമല്ലോ. RBI അപ്രൂവൽ ഉണ്ടോ നോക്കണം, ലോണിന്റെ ഡോക്യുമെന്റ് വായിച്ചു നോക്കണം, ആൻഡ്രോയിഡ് iOS ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ ആക്സസ് ചോദിക്കുന്നുണ്ടെന്ന് ചോദിക്കണം. ലോണിന്റെ ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കണം. മഹീന്ദ്ര, ടാറ്റ, റിലയൻസ് പോലുള്ള കമ്പനികൾ, അല്ലെങ്കിൽ കാനറ ബാങ്ക്, SBI പോലുള്ള പല ബാങ്കുകൾ, ഇവരുടെയൊക്കെ പേരിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ഫോണിലേക്ക്, മലയാളം ആയിക്കോട്ടെ, ഹിന്ദിക്കാരനായിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫോണിലേക്ക് ലോൺ അപ്രൂവ്ഡ് ആയി ഇത്ര തരാം അത്ര തരാം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയോ SMS ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ദേ ആർ സ്കാമേഴ്സ്. അപ്പോൾ തന്നെ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്തോളോ, കട്ട് ചെയ്തോളയോ. എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർക്ക് എന്തെങ്കിലും പേപ്പേഴ്സ് നിങ്ങളുടെ ഡോക്യുമെന്റ് അയച്ചു കൊടുത്ത് അത് വെച്ചിട്ട് അവർ വേറെ ലോൺ എടുത്ത് നിങ്ങളെ പറ്റിക്കും. അതുപോലെ തന്നെ ഇനി ലോൺ അപ്രൂവ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഒരുപാട് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഇപ്പോൾ അയക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോസസിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ തട്ടും. പ്രോസസിംഗ് ഫീസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എമൗണ്ട് മാറിപ്പോയി വലിയ എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും എമൗണ്ട് നിങ്ങൾ വായിച്ചിട്ട് വീണ്ടും നിങ്ങൾ പറ്റിക്കും. പറ്റിക്കുന്നതിൻ്റെ അപ്പുറത്ത് പറ്റിക്കും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരുപാട് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. ബി കെയർഫുൾ. മലയാളികളായിട്ട് പോലും പലരും ഇത്തരത്തിലുള്ള വ്യാജ പരിപാടികൾ നടത്തുന്നുണ്ട്. ബി കെയർഫുൾ. വീണ്ടും വീണ്ടും പറയുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 24 hours ഗോൾഡൻ അവേഴ്സ് ആണ്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കോൾ ചെയ്യാം സൈബർ പോലീസ് 1930 കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തരുന്നതായിരിക്കും. എനിവേ ഗൈസ്, നമുക്ക് ഇന്നത്തെ ലോൺ ആപ്പിനെ കുറിച്ച് പരിചയപ്പെടാം. ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്തിപ്പെടുന്നത് ഈ ഒരു ഡെസ്റ്റിനേഷൻ ആണ്. കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ AGF Finlease. AGF Finlease എന്ന് പറയുന്നത് ഒരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFC ആണ്. ആദ്യം തന്നെ നമുക്ക് നോക്കിയിട്ട് വരാം RBI അപ്രൂവൽ ഉണ്ടോ. ഇത് RBIയുടെ NBFC റോല് 233ാമത്തെ റോല് AGF Finlease പ്രൈവറ്റ് ലിമിറ്റഡ്, ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് AGF Finlease പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവരുടെ സൈറ്റാണ് അല്ലെങ്കിൽ ഇവരുടെ കമ്പനിയാണ് AGF Finlease. ഓക്കെ, AGF Finlease എല്ലാ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലും കുറച്ച് ഇൻഫോർമേഷൻസ്, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡയറക്റ്റ് പലരും ലോൺ കൊടുക്കാറില്ല. എല്ലാം അവരുടെ പ്ലാറ്റ്ഫോംസ് വഴിയാണ്. അപ്പോൾ ഇവിടെ DLA പാർട്ട്നേഴ്സിനെ കാണാൻ പറ്റും. ഇവരുടെ കോൺടാക്ട് അസ് എന്നുള്ള പേജിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺടാക്ട് ഫോംസ് കാണാം. ഇതിനകത്ത് കോൺടാക്ട് നമ്പർ ഉണ്ട്, മെയിൽ ID ഉണ്ട്, അഡ്രസ്സ് ഉണ്ട്. ഇതെല്ലാത്തിലും ഉണ്ടാവും. ഇത് RBI അംഗീകാരമുള്ള എല്ലാ സ്ഥാപനത്തിലും നിർബന്ധമായിട്ട് വേണം. അതുപോലെ തന്നെ റേറ്റ്, ടേംസ്, എബൌട്ടസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൾ ചെയ്യാനുള്ള മേളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇവരുടെ DLA ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ്. DLAയിൽ ക്രെഡിറ്റ് ഭാരത് എന്നതാണ് ഇവരുടെ ഒരു കമ്പനി. അപ്പോൾ ഇവരുടെ ഒരുപാട് DLAകളുണ്ട്. അതിൽ നമ്മൾ ഇന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റ് ഭാരത് ആണ്. അപ്പോൾ ക്രെഡിറ്റ് ഭാരതിന്റെ കമ്പനിയുടെ പേര് 2 Minutes ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. 2 Minutes ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. നേരെ കമ്പനിയുടെ പേരിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ 2023 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ROC നമ്പർ കാര്യങ്ങൾ, ഇൻകോർപ്പറേഷൻ നമ്പർ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവരുടെ ആപ്ലിക്കേഷനിലേക്ക് നേരെ പോകാം. ആപ്ലിക്കേഷന്റെ സൈറ്റ് creditbharat.com എന്നാണ്. creditbharat.com, lending creditbharat.com. ഇതിനകത്ത് കയറിയിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫുൾ നെയിം, മൊബൈൽ നമ്പർ, എത്രയാണ് ലോൺ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് മറ്റുള്ള കമ്പനികളൊക്കെ ആയിട്ട് കൊളാബാണ്. എപ്പോഴും ഈ പറഞ്ഞ ലോൺ കൊടുക്കുന്ന ആൾക്കാരെല്ലായിട്ട് ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇവരുടെ വെബ്സൈറ്റിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡിസ്ക്ലൈമർ, ടേംസ് ആൻഡ് കണ്ടീഷൻ, പ്രൈവസി പോളിസി, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. ഞാൻ എന്തായാലും ആപ്പിലേക്ക് പോകാൻ ഇവിടെ ലാൻഡിംഗ് പേജിൽ അധികം കളിക്കുന്നില്ല. അപ്പോൾ ആപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആപ്പ് ഉണ്ട്. ആപ്പിലേക്ക് എത്തിക്കഴിഞ്ഞതോടെ കാണാൻ പറ്റും ഏകദേശം 500K, അതായത് 5 ലക്ഷം പരം ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ആപ്പാണ്. 2 Minutes ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കാണാം, ക്രെഡിറ്റ് ഭാരത് എന്നും കാണാം. ഇനി തൊട്ട് താഴെ പോയിട്ട് ആപ്പിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ക്രെഡിറ്റ് ഭാരത് ഈസ് എ ലോൺ ഫെസിലിറ്റേറ്റർ. വി ഡു നോട്ട് ഇഷ്യൂ ലോൺസ് ഓർ കളക്ട് റീപേയ്മെന്റ്സ്. Loans are provided by our RBI registered NBFC partner AGF Finlease India Limited. ഇവർ ഒരിക്കലും ലോൺ ഇഷ്യൂ ചെയ്യുകയോ റീപേയ്മെന്റ് കളക്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇവർ ലോൺ ഫെസിലിറ്റേറ്റർ മാത്രമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനിയായ AGF ആണ് നിങ്ങൾക്ക് ലോൺ തരുന്നത്. AGF ആണ് ഫണ്ട് റീപേയ്മെന്റ് കളക്ട് ചെയ്യുന്നത്. സോ ലെൻഡിംഗ് പാർട്ട്ണർ AGF Finlease India Limited, RBI registered NBFC എന്ന് കാണാം. Then loan information required disclosure. Minimum repayment 3 മാസം, മാക്സിമം 72 മാസം വരെ കിട്ടും. ആൻഡ് മാക്സിമം ആനുവൽ പെർസെൻറ്റേജ് APR 24%, ഇൻക്ലൂഡ് ഓൾ ആപ്ലിക്കേഷൻ ഫീസ്. റെപ്രസെൻറ്റേറ്റീവ് എക്സാം, ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഒരു 50,000 രൂപ 12 മാസത്തേക്ക്
17.5% ഇൻട്രസ്റ്റ് ലോൺ എടുത്താൽ പ്രോസസിംഗ് ഫീസ് 1000 രൂപ വരും, ഓൺ ബോർഡിംഗ് ഫീ 200 രൂപ വരും, GST 216 വരും, ടോട്ടൽ ഫീസ് 1416, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2400 രൂപ വരും. അങ്ങനെ എമൗണ്ട് ഡിസ്ബേഴ്സ്ഡ് 48,584 രൂപ നിങ്ങൾക്ക് കിട്ടും. 48,584, 1500 ഇന്ന് മിസ്സാവും. നമ്മൾ ടോട്ടൽ റീപേയ്മെന്റ് ചെയ്യേണ്ടത് 53,800 രൂപയാണ്. അപ്പോൾ 3800 അധികം നിങ്ങൾ അടക്കേണ്ടി വരും. 3800 അല്ല, 3800 പ്ലസ് ഇവിടെയുള്ള ഒരു 1500 രൂപ വരും. ഏകദേശം 5000 സംതിങ് എമൗണ്ട് നിങ്ങൾക്ക് ആവും. ഓക്കെ, ഒരു 500-600 രൂപയുടെ ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എത്തും. ഒരു 6000 എണ്ണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 50,000 രൂപയ്ക്ക് ഒരു 10% മുകളിൽ എമൗണ്ട് നിങ്ങൾക്ക് എത്ര നാളത്തേക്ക്, ഈ പറഞ്ഞ ചെറിയൊരു ഷോർട്ട് ടേം പീരീഡിൽ പോലും നിങ്ങൾക്ക് 12 മാസത്തേക്ക് വരെ നിങ്ങൾക്ക് ചിലവാകും എന്നതാണ് യാഥാർത്ഥ്യം. 50,000 രൂപയല്ല, 48,500 രൂപയ്ക്കാണ് നിങ്ങൾ അത്ര എമൗണ്ട് കൊടുക്കുന്നത്. 50,000 ആണ് തരുന്നത്, പക്ഷേ 48,500 അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. ഈ 48,500 53,800 രൂപ നിങ്ങൾ മൊത്തം തിരിച്ചടക്കേണ്ടി വരും. എഫക്റ്റീവ് APR 20% നിങ്ങൾക്ക് വരും. ഇതാണ് ഇതിന്റെ ഒരു കണക്ക്. സോ APR എന്ന് പറയുന്നത് റിഫ്ലക്ട്സ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ക്രെഡിറ്റ് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ്, അപ്ലിക്കബിൾ ഫീ, ആനുവലൈസ്ഡ് ബേസിക്സ്. ആക്ച്വൽ APR EMI based on the applicant profile, partner, lender policies and applicable taxes. ഇതൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും, ഓരോരാളുടെ പ്രൊഫൈലിനനുസരിച്ച് വ്യത്യാസം. ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 21 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം, സ്റ്റേബിൾ മന്ത്ലി ഇൻകം ഉണ്ടായിരിക്കണം. ക്രെഡിറ്റ് ഭാരത് does not charge users directly or disburse loans. All loans are provided by our verified lending partner, that is AGF Finlys ലിമിറ്റഡ്. അപ്പോൾ 5 ലക്ഷം ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ഒരു ലോൺ ആപ്ലിക്കേഷനാണ് ക്രെഡിറ്റ് ഭാരത്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള AGF Finlys ആണ് ലോൺ തരുന്നത്. AGF Finlysന്റെ വെബ്സൈറ്റിലും ഇവരുടെ കാര്യങ്ങളുണ്ട്. ഇവരൊരു ഫെസിലിറ്റേറ്റർ മാത്രമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഒട്ടുമിക്ക കമ്പനികളും ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇവർ ഇങ്ങനെയുള്ള കമ്പനികളുമായിട്ട് കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക, അവർ ലോൺ കൊടുക്കുക, അവർ തന്നെ കളക്ട് ചെയ്തോളും. നമ്മൾക്ക് ഇങ്ങനെയുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സെർട്ടൈൻ റവന്യൂ കമ്മീഷൻ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഇതൊരു നല്ലൊരു ബിസിനസ് മോഡലാണ്, നല്ലൊരു ഐഡിയ ആണ്. താല്പര്യമുള്ളവർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഡയറക്റ്റ് ലോൺ കൊടുക്കണ്ട, നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, നിങ്ങൾ അവർക്ക് ഡാറ്റ കൊടുക്കുന്നു, അവർ ഇവർക്ക് ലോൺ കൊടുക്കുന്നു, ലോണിന്റെ റീപേയ്മെന്റ് അവർ ഡയറക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു പരിപാടി ചെയ്യാൻ പറ്റും. നല്ല അത്യാവശ്യം റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ്. അതൊരു ബിസിനസ് ഐഡിയ ആയിട്ട് പറഞ്ഞാൽ വലിയ ഫണ്ടൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും വലിയ ഫണ്ടൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു മോഡൽ കൂടിയാണ് ഈ ഫെസിലിറ്റേറ്റർ മോഡൽ. ഓക്കെ, ലോൺ ഏജൻസി എന്ന് പറയും. ഇത് ബാങ്കിന്റെ ഏജൻസിയും കിട്ടും കേട്ടോ. ഏതെങ്കിലും ബാങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന്റെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പറ്റും എന്നതാണ് പ്രത്യേകത. അതിന്റെ ഫോംസ് ഒക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ ബാങ്കിന്റെ സ്റ്റാഫായിട്ട് നിങ്ങൾ മാറും. ഒഫീഷ്യൽ സ്റ്റാഫ് അല്ല, ഏജന്റ് ആയിട്ട് മാറാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ പലപ്പോഴും പണത്തിന് വേണ്ടി കൈനീട്ടിയിട്ടുണ്ടാവും. കൊടുക്കാൻ പണം ഇല്ലെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്താൽ ബെസ്റ്റ് ആയിരിക്കും. അതുവഴി അവരുടെ പ്രശ്നങ്ങൾ തീർക്കാനും പറ്റും. ഓർക്കുക, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പേഴ്സണൽ എവിടെ നിന്ന് എടുത്താലും ഇതൊക്കെ ബ്ലേഡ് പലിശയാണ്. നല്ല രീതിയിൽ ഒരു 3% ഇയർലി വരും. 36% മിനിമം നമ്മൾ ഇയർലി കാണണം. മന്ത്ലി 3%. ലോണ് തിരിച്ചടക്കാനുള്ള പ്ലാൻ എയും ബിയും സിയും ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. അല്ലാതെ ആരും ലോൺ എടുക്കാൻ പോകരുത്. എടുത്തെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അടച്ചില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്പുകളുടെ വിവരങ്ങൾ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മിനി ഷോണി സൈനിങ് ഓഫ്. ബൈ.